So let us turn our attention to God's word. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആഴ്ചകളായി നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് ഈ സുവിശേഷം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് വളരെ ലളിതമാണ്, അതൊക്കെ എനിക്കറിയാം എന്നാണ് പലരും ധരിക്കുന്നെങ്കിലും വാസ്തവത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലായത് പലർക്കും അത് മനസ്സിലായിട്ടില്ല. പലരും ശരിക്കും രക്ഷിക്കപ്പെട്ടതുമല്ല. ശരിക്കും മാനസാന്തരപ്പെടാതൊക്കെയാണ് സ്നാനപ്പെട്ട് സഭയിൽ അംഗത്വം പ്രാപിച്ചിരിക്കുന്നത്. സഭയിൽ അംഗത്വം പ്രാപിച്ചതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടൊന്നും രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ സുവിശേഷം എന്താണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ച മുമ്പ് സുവിശേഷം ഗുഡ് ന്യൂസ് മനസ്സിലാക്കുന്നതിന് മുൻപ് ബാഡ് ന്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം എനിക്ക് ആവശ്യം എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ കുറേ ആഴ്ച മുമ്പിൽ നമ്മൾ ധ്യാനിച്ചത്. അതിനുശേഷമാണ് ഈ സുവിശേഷം എന്താണെന്ന് അല്പമായി നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ധ്യാനിച്ചത്. हमने पिछले हफ्ते से जो हम लोग ने क्या है गुड न्यूज़ करके देखा, उसके पहले ही हमने देखा कि व्हाट इज़ बैड न्यूज़, क्या है परमेश्वर इंसान को क्यों ये सुसमाचार सुनने के लिए कहता है, क्या है इस वार्ता, क्या है ये गुड न्यूज़ का मतलब क्या है करके हम लोग देख रहे थे. उसमें हमने शुरू में देखा कि परमेश्वर के सामने हर एक इंसान जो इमेज से परमेश्वर उनको बनाया था वो इमेज डिस्टॉर्टेड हो गया करके हमने देखा. डिस्टॉर्टेड इमेज है. इमेज खत्म नहीं हुआ, इमेज खराब नहीं हुआ, बल्कि इमेज जो है डिस्टॉर्टेड हो गया. इमेज अभी भी है, गॉड्स इमेज अभी भी है, लेकिन जैसा परमेश्वर ने उनको बनाया था वैसा नहीं है करके हमने देखा. ദൈവം എങ്ങനെ മനുഷ്യനെ നിർമ്മിച്ചോ, തൻ്റെ സ്വരൂപത്തിൽ നിർമ്മിച്ചോ, ആ സ്വരൂപം ഇപ്പം ഇല്ല. ആ സ്വരൂപം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കുന്നു പാപം കാരണമെന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നു. അതിങ്ങനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന് ദൈവത്തിൻ്റെ ന്യായമായ വിധിയാണ്. ഈ ന്യായമായിരിക്കുന്ന വിധിയെ ആർക്ക് തള്ളാൻ കഴിയും? അല്ല, നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? പറ്റത്തില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. एहज़केल की किताब में इसने लिखा है कि पाप करने वाला प्राण जो है वो मरना चाहिए. तो ऐसा है तो परमेश्वर के जजमेंट में हम लोग सब लोग को मिलता हुआ डिसर्विंग बात क्या है? हमेशा की मौत है, क्योंकि हम सब पाप पे ही हैं, पाप में गिरे हुए लोग हैं. तो ദിസ് ഇസ് ദ ബാഡ് ന്യൂസ്. ദാറ്റ് ഈസ് വൈ വി നീഡ് ദി ഗോസ്പൽ. അതുകൊണ്ടാണ് നമുക്ക് സുവിശേഷം ആവശ്യമായിരിക്കുന്നതെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അതിനെ ആസ്പദമാക്കി നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. उसके बाद हम लोग ने यूहन्ना के सुसमाचार 3रा अध्याय में हम लोग आए थे. देखिए, when निकोदेमोस is coming to Jesus, यीशु मसीह के पास जब निकोदेमोस आता है, चैप्टर 2 का 23 से जब हम लोग पढ़ेंगे, 2:23 मुതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ यीशु मसीह ने यरूशलेम में किए हुए सारे अद्भुत और चिन्हों को निकोदेमोस ने देखा और यीशु मसीह के पास आया. യേശു ചെയ്ത അടയാളങ്ങളെ, അത്ഭുതങ്ങളെ, വീരപ്രവൃത്തികളെ എല്ലാം നിക്കോദിമോസ് കണ്ടിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് നിക്കോദിമോസ് വരുന്നത്. ചാപ്टर 2 का 23 से लेकर 25 में हम लोग देख सकते हैं. He witnessed the miracles. He witnessed the signs of Jesus. യേശു ചെയ്ത അടയാളങ്ങൾ താൻ കണ്ടു. നോക്കിക്കേ, എൻ്റെ 2ാമത്തെ വാക്യം 3 का 2 जरा देखिए. 3:2 പറയുകയാണ്, This man came to Jesus by night and said to him, Rabbi, we know that you have come from God as a teacher, for no one can do these miracles, these signs. ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ ആർക്കും ഈ അടയാളങ്ങളെ ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ അടയാളങ്ങൾ കണ്ട വ്യക്തിയാണ്. ഉസ്നെ ചമത്കാർ കോ ദേഖാ വ്യക്തി है. लेकिन प्रियो, चमत्कार देखने से इंसान बदल नहीं पाएगा. അത്ഭുതം കണ്ടതുകൊണ്ട് ഒരാൾ മാനസാന്തരപ്പെടണമെന്ന് നിർബന്ധമില്ല. അത്ഭുതം കണ്ടതുകൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. അത്ഭുതം നടന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. അത്ഭുതം കണ്ട ആളാണ്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത്ഭുതം കണ്ട ആളിനോട് യേശു പറയുകയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. देखिए, अद्भुत देखा हुआ, मिराकल देखा हुआ ये व्यक्ति से यीशु मसीह कहता है कि you will not go enter into heaven, you will not see the kingdom of God. See, just merely seeing the miracles will not save you. അത്ഭുതം കണ്ടതുകൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല.
मुझे अभी भी याद है, मैं अपने दोस्तों को बोलता था पहले, बचपन में छोटे छोटे थे जब भी बोलते थे हम लोग इंग्लैंड गया, जर्मनी गया, सब जगह पर गया करके, तो वो लोग बोलते वो कब गया, हम लोग के सामने तो कभी गया नहीं। तो मैं मैप लेके आता था, वर्ल्ड मैप, और बोलते देख मैं अभी इधर है इंग्लैंड में, मैं अभी देख जर्मनी में है। मैप में जर्मनी और इंग्लैंड दिखाकर बोला कि मैं उधर पहुंच गया, जर्मनी इंग्लैंड मैप കാണിച്ചിട്ട് പറയുകയാണ് അവിടെ എത്തിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ എത്തുവോ? ऐसा बोलेगा तो पहुंचेंगे क्या? नहीं. अगर वहां पर पहुंचना है तो मुझे वहां पर जाना पड़ेगा. അവിടെ എത്തണമെങ്കിൽ ഞാൻ അവിടെ കാണണം. അവിടെ കാണാത്ത പക്ഷം ഞാൻ അവിടെ കൈ ചൂണ്ടി കാണിച്ചത് കൊണ്ടോ ഞാൻ ആ ഫോട്ടോസ് എല്ലാം ഗൂഗിളിൽ കണ്ടത് കൊണ്ടൊന്നും ഞാൻ അവിടെ എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. गूगल में मैंने यूके का फोटो देखा, गूगल में मैंने जर्मनी का फोटो देखा, इसके लिए मैं जर्मनी पहुंच गया या यूके पहुंच गया हम लोग नहीं बोल सकते. क्या बोल सकते हम लोग? नहीं. तो जस्ट मिराकल देखा, निकोदिमोस ने जीसस का मिराकल देखा, लेकिन अंदर परिवर्तन नहीं हुआ तो मिराकल देख के कोई फायदा नहीं है, चमत्कार देख के कोई फायदा नहीं है. അത്ഭുതങ്ങൾ കണ്ടിട്ട് അകത്ത് വരേണ്ട രൂപാന്തരം, അകത്ത് വരേണ്ട വീണ്ടും ജനന അനുഭവം വരാത്തിടത്തോളം കാണുന്ന അത്ഭുതങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. देखने वाले मिराकल से कोई फायदा नहीं है अगर मैं और आप लोग अंदर नए सिरे से पैदा नहीं हुआ तो. That is what Jesus is telling them. ആ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം യേശു ഇതെല്ലാം പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഡു നോട്ട് ബി അമേസ്ഡ്, ഡു നോട്ട് ബി അമേസ്ഡ്. യേശു അവനോട് പറയുകയാണ് നീ ആശ്ചര്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഇവൻ ആശ്ചര്യപ്പെട്ടിരിക്കുക. കാരണം എന്താ? മതഭക്തനോട് പള്ളി പോകുന്ന, പ്രാർത്ഥിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന, ഉപവസിക്കുന്ന എന്ന് വേണ്ട ബൈബിൾ പഠിപ്പിക്കുന്ന ഈ മനുഷ്യനോട് യേശു പറയുക നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. അത്ഭുതപ്പെടത്തില്ലേ? അത്ഭുതപ്പെടും. ये आदमी जो बाइबल सिखाता है, ये आदमी जो चमत्कार करता है, ये आदमी जो प्रार्थना करता है, ये आदमी जो रिलीजियस है, इसको यीशु मसीह देखकर बोलता है कि तू स्वर्ग नहीं जाएगा, यू विल नॉट सी गॉड्स किंगडम. ही इज अमेज्ड. कोई भी कभी भी उसको ऐसा बोला नहीं है. ആരും തന്നോട് നോക്കി ഇത് പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ ദൈവസഭയിൽ വന്നിട്ട് യേശു ഇങ്ങനെ പറയുമോ? क्या यीशु मसीह हमारे चर्च में आकर ऐसा बोलेंगे क्या? डू यू थिंक? Yes, he will tell to many people, you will not make it. നീ സ്വർഗരാജ്യത്തിൽ പോവത്തില്ല എന്ന് ചിലരെ നോക്കി കർത്താവ് പറയും. നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകരുത്. ചർച്ചിൽ വരുന്നത് കൊണ്ടോ, ആത്മീകന്റെ വേഷം കെട്ടിയത് കൊണ്ടോ, പാട്ട് പാടിയത് കൊണ്ടോ, താളത്തിൽ കൈകൊട്ടിയത് കൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല പ്രിയരെ. ठीक रीति से ताली बजाया, गीत बराबर गाया, चर्च में रेगुलर अटेंडेंस के वजह से हम लोग स्वर्ग राज्य जाएगा कर नहीं सोचना. स्वर्ग राज्य में जाना है तो नए सिरे से पैदा होना है. देयर शुड बी ए न्यू बर्थ एक्सपीरियंस. स्तोत्रम. निकोदिमोस इज अमेज्ड. അവൻ ആശ്ചര്യപ്പെട്ടു പോയി. वो अद्भुत चकित होकर जीसस को देख रहा है. That night was a terrible night for him because Jesus convicted him. യേശു കർത്താവ് അവനോട് പറഞ്ഞത് you need the gospel. നിനക്ക് സുവിശേഷം ആവശ്യമുണ്ട്. ഞാൻ നാട്ടിൽ ചെന്ന മർത്തമക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവരെന്തോ പറയുന്നത് അറിയാമോ? അയ്യോ മോനെ താഴെ ഉണ്ട്, അവിടോട്ട് പോ. ഏതാ താഴെ വീട്ടിലാരാ? അപ്പുറത്തെ വീട്ടിലാരാ? എല്ലാ മറ്റ് ഇതര ജാതികളാ, ഇതര റിലീജൻ ഉള്ളവരെ, അവരോട് എന്ന് പറ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് നമുക്കല്ല സുവിശേഷം ആവശ്യം, മറ്റേ ഇതര ജാതികൾക്കാ സുവിശേഷം ആവശ്യമെന്ന്. क्रिश्चियंस लोगों को जाकर सुसमाचार सुना, वो लोग क्या बोलेंगे मालूम है? अरे हमको नहीं चाहिए, उधर है वो एक फैमिली, हिंदू फैमिली, उनको जाकर बोलो, वो रिलीजन के लोगों को बोलो. हम लोग सोचते कि all other people are Gentiles and we are believers. By the way, we are all Gentiles. നമ്മളെല്ലാം ചിന്തിക്കുന്ന മറ്റെല്ലാവരും അന്യജാതിക്കാരാണ്. പ്രിയരെ, നമ്മളും അന്യജാതിക്കാരാ. There are only two kinds of people, Jews or Gentiles. രണ്ട് ജാതിയേ ഉള്ളൂ. ഒന്ന് യഹൂദനും, രണ്ട് ജാതികളും. നമ്മളെല്ലാം ജാതികളാണ്. हम लोग सारे जेंटाइल्स है. बाय गॉड्स ग्रेस हम लोग परमेश्वर की दया से हम लोग परमेश्वर के पास आए. So we think these people need gospel. I don't need gospel. Nicodemus is thinking like that. Nicodemus അങ്ങനെ ചിന്തിക്കുന്നത്. I don't need it. Why? Because I am church going. I don't need it.
ഐ നോ ദ ബൈബിൾ, എനിക്ക് ബൈബിൾ അറിയാം, ഞാൻ ചർച്ചയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഐ ആം എ റെഗുലർ മെമ്പർ, ഐ ഗിവ് ടു ദ ലോർഡ്, ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, മേ പ്രഭു കോ ദേത്താ ഹൂം, സോ ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഹൂ നീഡ് ഇറ്റ്? ആർക്കാണ് ആവശ്യം? ചാപ്റ്റർ 4, शामरी स्त्री क्या आवश्यक? क्यों? क्योंकि जो पति उसके, जो आदमी उसके साथ है वो उसका पति नहीं है. ഇപ്പോഴുള്ളവനോ അവന്റെ ഭർത്താവല്ല, അവളുടെ ഭർത്താവല്ല എന്ന് പറയുന്ന പാപിനിയായിരിക്കുന്ന സ്ത്രീക്ക് ഈ സുവിശേഷം ആവശ്യമാ. ഞങ്ങൾക്ക് ആവശ്യമില്ല യേശുവേ. നിക്കോദിമോസിനെ കർത്താവ് ആശ്ചര്യപ്പെടുത്തി, നിക്കോദിമോസേ നിനക്കും ആവശ്യമാ, നീയും വിശ്വസിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിക്കോദിമോസ് പോകത്തില്ലെങ്കിൽ ആര് പോകും? നമ്മുടെ എത്ര റിലീജിയസ് ആയിരിക്കുന്ന ആക്ടിവിറ്റിയിൽ കാണിച്ചു നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. यीशु मसीह निकोदिमोस को देखकर कहता है, निकोदिमोस जिस तरह शामरी स्त्री को गॉस्पल का जरूरत है, उसी तरह तुझे भी गॉस्पल की जरूरत है निकोदिमोस. यू ऑल्सो नीड द गॉस्पल. जीसस इज टेलिंग हिम द नीड ऑफ द गॉस्पल. ഇങ്ങോട്ട് നോക്കിക്കേ എല്ലാവരും, ഇതർ देखिए. ഇഫ് ടുഡേ ജീസസ് മീറ്റ്സ് യു ഔട്ട്സൈഡ്, ഇന്ന് യേശു നിങ്ങളെ വെളിയിൽ കണ്ടാൽ, വാട്ട് ഹി വിൽ ടെൽ യു? ഹി വിൽ ഫസ്റ്റ് ഷോ യു ദാറ്റ് യു നീഡ് സാൽവേഷൻ. റൈറ്റ്? ലോകത്തിൽ ഒരാളെ കണ്ടാൽ യേശു എന്താ പറയുക? दुनिया के व्यक्ति को यीशु मसीह देखा तो क्या बोलेगा? यू नीड सैल्वेशन. शामरी स्त्री को देखा, यीशु मसीह ने बोला यू नीड सैल्वेशन. निकोदिमोस को यीशु मसीह ने देखकर बोला यू नीड सैल्वेशन. നിക്കോദിമോസിനെ നോക്കി യേശു പറയുകയാണ് നിനക്ക് രക്ഷ വേണം. ശമരി സ്ത്രീയോട് പറയുകയാണ് നിനക്ക് രക്ഷ വേണം. When Jesus meets people, he will make sure to tell them their need. Let me ask you brothers and sisters, ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മൾ നീഡ് കണ്ടിട്ടാണോ സ്നാനപ്പെട്ടത്? Did we ever know that I need Jesus, I need it because I am distorted image, I am depraved, I am totally depraved before the Lord? അങ്ങനെ ഒരു നീഡ് നമുക്ക് മനസ്സിലായോ? डॉक्टर के पास गया, डॉक्टर ने मेडिसिन आपको दिया. मेडिसिन क्यों खाया? Why did you take the medicine? എന്തുകൊണ്ടാണ് മെഡിസിൻ എടുത്ത ഡോക്ടറിൽ നിന്ന്? Because you realize I need it. जब तक वो नीड नहीं समझ में आएगा, you will not take it. എപ്പോഴോ നമുക്ക് നീഡ് മനസ്സിലാകാത്തിടത്തോളം നമ്മൾ അത് എടുക്കത്തില്ല. നീഡ് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, मैंने पिछले हफ्ते आप लोगों को कहा था, शामरी स्त्री को जीसस का नीड है करके समझने के लिए आसान है. निकोदिमोस को उतना आसान नहीं है, क्योंकि निकोदिमोस क्या है? सेल्फ सफिशिएंट है. पैसा है, पैसा है, अपना कॉन्टेक्स्ट में बोले काम सही जा रहा है, काम सही जा रहा है. Why people do not need gospel? It's not because they don't understand it. It is because they don't need it. എന്തുകൊണ്ടാണ് പലർക്കും സുവിശേഷം വേണ്ടാത്തത്? നിക്കോദിമോസിനെ നോക്കിക്കേ, ശമരി സ്ത്രീക്ക് യേശുവിനെ ആവശ്യമാണ്, എനിക്ക് രക്ഷ വേണം എന്നുള്ള കാര്യം ശമരിയ സ്ത്രീക്ക് മനസ്സിലാകാൻ വലിയ പാടൊന്നുമില്ല. അവൾക്ക് നീഡ്, കാരണം ആ ബോധ്യം അവൾക്കുണ്ട്, എനിക്ക് നീഡ്, ഐ നീഡ്. എന്നാൽ നിക്കോദിമോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു യേശുവിനെ രക്ഷിതാവെന്നും സുവിശേഷമെന്നും ആവശ്യബോധമൊന്നും അവനില്ല. കാരണം എന്താണെന്നറിയാമോ? അക്കൗണ്ടിൽ നല്ല പൈസയുണ്ട്, ജോലി തരക്കേടില്ലാതെ പോകുന്നു, പിന്നെ ബൈബിളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാം, തട്ടിമുട്ടി അന്യഭാഷയും പറയുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്. വിചാരിക്കുന്ന എന്തുവാ? എനിക്ക് വേണ്ട. യേശുവിൻ്റെ ആ ബറിയൽ ശുശ്രൂഷയിൽ സമയത്ത് 37,000 ദിർഹംസ് കൊടുത്ത വ്യക്തിയാ. ചില്ലറക്കാരനല്ല കേട്ടോ, പൈസ ഉള്ള ആളാ. എല്ലാ സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഐ നീഡ് ദ ഗോസ്പൽ. ജബ് സബ് കുച്ച് സഹി ചൽത്താ ഹൈ ഹംകോ കഭി नहीं लगेगा मैं नीड है.
ताकत है, मनी है, जॉब है, सब कुछ बराबर चल रहा है, स्मूथ चल रहा है, कोई प्रॉब्लम नहीं है, वी डोंट नीड। शामरी स्त्री को लगेगा आई नीड, क्योंकि मेरा लाइफ पूरा मेस्ड अप है। लेकिन निकोदेमोस का लाइफ देखे मेस्ड अप नहीं है, इट इज വെരി ഇൻ ഓർഡർ, എല്ലാം ഓർഡറിൽ ഇരിക്കുന്ന ആൾക്ക് എന്തിനാ നീഡ്? അവനെ അവന്റെ ഉറക്കത്തിൽ നിന്ന് അവനെ ചിലപ്പോൾ എഴുന്നേൽപ്പിക്കേണ്ട വരും. മനസ്സിലാകുന്നുണ്ടോ? आत्मिक मौत से, आत्मिक नींद से उन्हें जगाना पड़ेगा, शेकन अप करना पड़ेगा, देन ओनली समझ में आएगा ओ आई एम इन अ ग्रेट नीड. तब तक क्या सोचेंगे? आई डोंट नीड, എനിക്ക് വേണ്ട. ഈ ആത്മീക ഇങ്ങനെ ഉറക്കം തട്ടിയിരിക്കുന്ന ആള്, ലൂക്ക്വാം ആയിരിക്കുന്ന ആള്, ക്ഷീണവാനുമല്ല ഉഷ്ണവാനും അല്ലാതിരിക്കുന്ന ആള്, ശീതോഷ്ണവാനായിരിക്കുന്ന ആള് എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ആവശ്യമില്ല. ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ചതാണ്. लवोदिकिया कलीसिया को भी यही हुआ. वो लोग ने बोला कि अरे हमको तो वी हैव एवरीथिंग, हमको सब कुछ है, वी डोंट नीड. Let me ask you brothers and sisters, why did we take baptism? നമ്മൾ എന്തിനാ സ്നാനപ്പെട്ടത്? Did we really understand the need of that on that day? ആ ദിവസം ആ നീഡ് മനസ്സിലാക്കിയിട്ടാണോ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നത്? ജീസസ് ഇവനോട് പറയുകയാണ്, യു നീഡ് ദ ഗോസ്പൽ. നിനക്ക് സുവിശേഷം ആവശ്യമുണ്ട് നിക്കോദിമോസേ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ദൈവോധനമല്ലേ, വീണ്ടും ആവർത്തിക്കാം. മേ റിപ്പീറ്റ് കർത്തോ പ്രഭു का वचन है. 3 प्रॉब्लम्स ऑफ निकोदिमोस. प्रत्यक्षത്തിൽ കണ്ടാൽ ഒരു പ്രോബ്ലം ഇല്ല, ऐसा देखेगा तो कोई प्रॉब्लम नहीं है. 3 प्रॉब्लम्स ऑफ निकोदिमोस हम लोग ने सबने देखा था. verses 10, verses 11, verses 12. 10, 11, 12, 3 10, 11, 12. जॉन चैप्टर 3 उसका 10, 11 और 12 में 3 बातों को हमने देखा. नंबर 1, he do not understand what Jesus is saying. യേശു എന്താ പറയുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ആത്മീക കാര്യം മനസ്സിലാകുന്നില്ല. आत्मिक बात नहीं समझ में आ रहा है उसे. Do you think Nicodemus need the gospel? What do you think? ആത്മിക മനസ്സിലാകുന്നില്ല. पैसे कुछ ചോദിച്ചാൽ മനസ്സിലാകും, पैसे के बारे में पूछो तो समझ में आएगा, स्टॉक एक्सचेंज के बारे में पूछो तो समझ में आएगा. इപ്പോഴത്തെ गोल्ड रेट എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാകും, गोल्ड का रेट कितना है करके पूछो तो समझ में आएगा. आज दुबई में ट्रैफिक कैसा है, एवरीथिंग सब कुछ समझ में आएगा, എല്ലാം മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാകുന്നില്ല, ആത്മീക കാര്യം മനസ്സിലാകുന്നില്ല. ആത്മീക കാര്യം എല്ലാ കാര്യത്തിലും മിടുക്കിയ, सब चीजों में उत्तम है. बिजनेस के बारे में मालूम है, काम के बारे में मालूम है, एवरीथिंग सब में उत्तम है, लेकिन स्पिरिचुअल बात नहीं मालूम. दे डोंट अंडरस्टैंड स्पिरिचुअल थिंग्स. Why? പ്രാകൃത മനുഷ്യന് ആത്മിക കാര്യം മനസ്സിലാകുന്നില്ല. നാച്ചുറൽ വ്യക്തി को आत्मिक बात नहीं समझ में आता है. इट इज फूलिशनेस. അത് അവന് ഫുളിഷ്നെസ്, ഇറ്റ് ഇസ് ബ്ലൈൻഡ്. നിക്കോദിമോസിന് മനസ്സിലാകുന്നില്ല. യേശു പറയുക വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ ഇവന് മനസ്സിലാകുന്നത് എന്ത് പറയുമോ? ബൈ ദ വേ, വീണ്ടും ജനിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ജനിക്കണമെന്നല്ല. 3-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതേ വേർഡാണ്, അനോറ്റൻ എന്നുള്ള വേർഡാണ് 31-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. ഉയരത്തിൽ നിന്ന്, ഉയരം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ എന്നല്ല എൻ്റെ അർത്ഥം, ഉയരത്തിൽ നിന്ന് ജനിക്കണമെന്ന് യേശു ഇവനോട് പറയുമ്പോൾ ഇവന് മനസ്സിലാകുന്നത് എന്ത് അറിയാമോ? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോകണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മീക കാര്യം മനസ്സിലാകുന്നില്ല. दोबारा नए सिरे से पैदा होने का मतलब सेकेंड टाइम नहीं है. 31 वर्सेस देखिए, 31 वर्सेस, उधर वही वर्ड को ग्रीक में रिपीटेड है, अनॉटन करके वर्ड है. न्यू बर्थ या सेकेंड, दोबारा नए सिरे से पैदा होने का मतलब क्या है? 31 में लिखा है ही हु कम्स फ्रॉम अबव. तो अनॉटन वर्ड का मतलब क्या है? फ्रॉम अबव, स्वर्ग से पैदा होना है. देखिए इधर यीशु मसीह उसे कहता है स्वर्ग से पैदा होना. ये क्या समझ रहा है? मां के पेट में दोबारा. तो आत्मिक बात नहीं समझ में आ रहा है. You don't understand spiritual things. Did you see the problem? അവന്റെ പ്രോബ്ലം മനസ്സിലായോ? Even though he was a teacher, അവൻ ഉപദേഷ്ടാവായിരുന്നിട്ടും you don't understand it. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ?
വീണ്ടും ജനിക്കാതെയും പ്രസംഗിക്കാം, വീണ്ടും ജനിക്കാതെയും ടീച്ചറാകാം, വീണ്ടും ജനിക്കാതെ മിനിസ്റ്റർ ചെയ്യാം, വീണ്ടും ജനിക്കാതെ വള്ളി പോകാം, വീണ്ടും ജനിക്കാതെ എല്ലാ കാര്യവും ചെയ്യാം. വീണ്ടും ജനിക്കാത്ത ആളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. नए सिरे से नई पैदा होगा तो भी बाइबल प्रचार कर सकता है. न्यू बर्थ नहीं होगा तो भी बाइबल टीचर हो सकता है, मिनिस्ट्री कर सकता है, चर्च जा सकता है, एवरीथिंग स्मूथली कर सकता है. ये आदमी भी देखे न्यू बर्थ नहीं हुआ लेकिन अच्छा बिलीवर था. രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? दूसरा प्रॉब्लम क्या है उसका? 3:11 യു ഡു നോട്ട് അക്സെപ്റ്റ് അവർ ടെസ്റ്റിമണി. എൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല. मेरे गवाहियों को, हमारे गवाहियों को तू स्वीकार नहीं करता. क्या यीशु मसीह के बारे में गवाही? मैंने आप लोगों को पिछले हफ्ता बताया था. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു എന്താ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? വചനം ജഡമായി തീർന്നു, പിതാവിൻ്റെ പക്കത്ത്, പിതാവിൻ്റെ അടുത്ത് വസിക്കുന്നവനാണ്, കൃപയും സത്യവും നിറഞ്ഞവനാണ്, മനുഷ്യപുത്രനാണ്. പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയതുപോലെ ഈ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടത് ആവശ്യമുണ്ട്. ഈ സാക്ഷ്യം നിക്കോദിമോസ് കൈക്കൊള്ളുന്നില്ല. നിക്കോദിമോസിന് ഒരു പാടുമില്ല യേശുവിനെ മോശയെന്നും പഴയ നിയമത്തിലെ ഏതെങ്കിലും ഭക്തന്മാരോടുകൂടെ ചേർത്ത് പറയാൻ നിക്കോദിമോസിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും മനുഷ്യപുത്രനാണെന്നും എൻ്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല. അതൊരു വിഷയമല്ലേ? यीशु मसीह को मूसा के साथ, एलिया के साथ जोड़ने के लिए निकोदिमोस को कोई प्रॉब्लम नहीं है. यस, नो प्रॉब्लम. लेकिन यीशु मसीह मनुष्य का पुत्र है, परमेश्वर का पुत्र है कर रिसीव करना, वो टेस्टिमनी को एक्सेप्ट करना, इट इज समथिंग ही नीड्स ए न्यू बर्थ. मरा हुआ आदमी ये सब विश्वास नहीं कर सकता, राइट? മരിച്ച ഒരാൾ ഇതൊന്നും വിശ്വസിക്കത്തില്ല. മരിച്ച ആൾക്ക് എന്താ വേണം? ജീവൻ വേണം എന്നതുപോലെ പുതുതായി ജനിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. मरा हुआ आदमी को कितना भी समझाएंगे तो समझ में नहीं आएंगे. मरा हुआ आदमी विश्वास नहीं कर सकता, मरा हुआ आदमी एक्सेप्ट नहीं कर सकता, मरा हुआ आदमी को कुछ समझ में नहीं आता. ऐसे ही फिजिकल डेथ के जैसा एक स्पिरिचुअल डेथ निकोदिमोस को हुआ है. डू यू नो ब्रदर्स एंड सिस्टर्स, यू आर स्पिरिचुअली डेड. ആത്മീകമായി മരിച്ചിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? മരിച്ച ഒരാൾക്ക് മനസ്സിലാവത്തില്ല, മരിച്ച ഒരാൾക്ക് കൈക്കൊള്ളുന്നില്ല, മരിച്ച ഒരാൾ വിശ്വസിക്കാൻ കഴിയത്തില്ല. ആ ശാരീരിക മരണം പോലെ അതിനേക്കാൾ അപകടമാണ് ആത്മീകമായിരിക്കുന്ന മരണം. ആത്മീക മരണമുള്ള ഈ നിക്കോദിമോസിനോട് യേശു പറയാണ്, നീ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. യു നീഡ് ടു ബി ബോൺ അഗെയിൻ ബിക്കോസ് യു ആർ സ്പിരിച്വലി ഡെഡ്. ഹല്ലേലൂയ. I want to show you the need of the gospel. സുവിശേഷത്തിൻ്റെ നീഡ്, ആവശ്യകത. തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരും. തീത്തോസ് के बुक में जरा आएंगे, खत में जरा आएंगे. चैप्टर 3, 3 अध्याയം. अंडर ब्रदर माइक से पढ़ेंगे, हम लोग सब लोग से देखेंगे. चैप्टर 3 verses 3 till 8, 3 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ अंडर ब्रदर पढ़ेंगे. हम लोग सब लोग बड़े ध्यान से उसे सुनिए. टाइटस चैप्टर 3 वर्स 3 ऑनवर्ड्स. क्योंकि हम भी पहले निर्बुद्धि और आज्ञा न मानने वाले और भ्रम में पड़े हुए और विभिन्न प्रकार की अभिलाषाओं और सुख विलास के दासत्व में थे और बैर भाव और डाह करने में जीवन व्यतीत करते थे और घृणित थे और एक दूसरे से बैर रखते थे. पर जब हमारे उद्धारकर्ता परमेश्वर की कृपा और मनुष्य पर उसका प्रेम प्रकट हुआ तो उसने हमारा उद्धार किया, और ये धर्म के कामों के कारण नहीं जो हमने पाप किए, पर अपनी दया के अनुसार नए जन्म के स्नान और पवित्र आत्मा के हमें नया बनाने के द्वारा हुआ, जिसे उसने हमारे उद्धारकर्ता यीशु मसीह के द्वारा हम पर अधिकाई से उंडेला, जिससे हम उसके अनुग्रह से धर्मी ठहरकर अनंत जीवन की आज्ञा के अनुसार वारिस बने. ये बात सच है और मैं चाहता हूँ कि तू इन बातों के विषय में दृढ़ता से बोले, इसलिए कि जिन्होंने परमेश्वर पर विश्वास किया है वे भले भले कामों में लगे रहने का ध्यान रखें. ये बातें भली और मनुष्य के लाभ की हैं, पर मूर्खता के विवादों और वंशावलियों
और विरोध और झगड़ों से जो बस बस 3 से 8, ये 3 से 8 वचन में पौलुस जो है साल्वेशन का 6 इंग्रीडियंट्स को बताता है. രക്ഷിക്കപ്പെടേണ്ട 6 കൂട്ടം കാര്യത്തെ പൗലോസ് ഇവിടെ ഈ വാക്യങ്ങളിൽ പറയുകയാണ്. 6 കൂട്ടം കാര്യം. 6 बातों को. नंबर 1 में हम लोग जाएंगे. नंबर 1 है द नीड ऑफ द साल्वेशन. द नीड ऑफ साल्वेशन. രക്ഷയുടെ ആവശ്യകതയാണ് ഒന്നാമത് പൗലോസ് പറയുന്നത്. उसका तीसरा वचन जरा देखिए. മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. पढ़िए ब्रदर, तीसरा वचन. क्योंकि हाँ, हम भी पहले निर्बुद्धि हम भी पहले, देखे पहले. चौथा वचन जरा देखे. पर जब हमारे उद्धारकर्ता परमेश्वर की कृपा और मनुष्य पर प्रीति प्रकट हुई तो उसने हमारा उद्धार किया. देखा आपने, पहले हम लोग क्या थे, पहले जो थे उसमें से हमको परमेश्वर ने अभी क्या दिया, उद्धार. उद्धार दिया. उसका तीसरा वचन മലയാളത്തിൽ നോക്കിക്കേ. മുൻപേ നാമും ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു. മുൻപേ നമ്മൾ നേരത്തെ ഇങ്ങനെ ആയിരുന്നു. എന്നാൽ 4ാമത്തെ വാക്യം, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയവും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. മുൻപേ നാം ആരായിരുന്നോ അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. जो हम लोग पहले क्या थे उसमें से परमेश्वर ने हमको क्या किया, उद्धार दिया. तो पहला क्या था, व्हाट वी वेर बिफोर, वो है तीसरा वर्स. അതാണ് മൂന്നാമത്തെ വാക്യം. വാട്ട് വി വെയർ ബിഫോർ, നമ്മൾ എന്തായിരുന്നു ആദ്യമേ. അപ്പോൾ പൗലോസ് ഇവിടെ ചെയ്യുന്നത്, പൗലോസ് ടെല്ലിംഗ് വൈ വി നീഡ് ദി സാൽവേഷൻ. എന്തുകൊണ്ടാണ് ഈ രക്ഷ വേണ്ടത്, എന്തായിരുന്നു നാം. അല്ല, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് താങ്കൾ എന്നാണ് ഇവിടെ പറയുന്നത്. अगर आपको उद्धार आज नहीं मिला है तो आप कौन है कर कर तीसरा वचन बताता है. क्या है तीसरा वचन, वहां पर लिखा है कि तुम पहले निर्बुद्धि और आज्ञा ना मानने वाले. 2 बातें, निर्बुद्धि और आज्ञा नहीं मानने वाले. 2 കാര്യം, ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും. 2 കാര്യം. ബുദ്ധികെട്ടവര്, ബുദ്ധിക്ക് വല്ല കുറവുണ്ടോ നമുക്ക്? ബിസിനസ് നല്ലപോലെ ചെയ്യുന്നില്ലേ, ജോലി നല്ലപോലെ ചെയ്യുന്നില്ലേ, എല്ലാ കാര്യവും നല്ലതുപോലെ ചെയ്യുന്നില്ലേ? അപ്പം എന്ത് ഈ പൗലോസ് പറയുന്നത്, ബുദ്ധി കെട്ടവരുന്നു. निर्बुद्धि, हम लोग को देख के लगता है हम लोग निर्बुद्धि लोग हैं. ज्यादातर लोग ग्रेजुएट हो गए लोग हैं, अच्छा काम करते, बिजनेस करते, जॉब करते, सब कुछ करते. कितना बुद्धि है, कितना नॉलेज है. फिर क्यों पौलुस कहते हैं निर्बुद्धि. यहां पर निर्बुद्धि करके जो बोलता हुआ बात है, इट इज कॉल्ड फूलिश. क्या है उसका मतलब, എന്താ ഈ നിർബുദ്ധി का मतलब क्या, എന്താണ് ഈ ബുദ്ധി കെട്ടവരുടെ അർത്ഥം. ലൂക്ക് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സസ് 17, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലൂക്ക് 15:17. जब वो अपने आप में आया तब कहने लगा कि मेरे पिता के कितने ही मजदूर को भोजन से अधिक रोटी मिलती है और मैं यहां भूखा मर रहा हूं. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അവിടെ ഒരു വാക്ക് കണ്ടോ, അപ്പോൾ സുബോധം വന്നിട്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യമൊക്കെ എന്തുവാ, സുബോധം ഇല്ലാത്തതാ. സുബോധം ഇല്ലെങ്കിൽ ജോലി കിട്ടും കേട്ടോ, സുബോധം ഇല്ലെങ്കിലും നമുക്ക് നല്ലതുപോലെ ജീവിക്കാം. സുബോധം വരണം അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെങ്കിൽ. അപ്പൊ ഈ സുബോധം വന്നതാണ് ബുദ്ധി കിട്ടിയത്. അപ്പൊ ഇതുവരെ സുബോധമില്ലാതെ നടന്നതാണ് ബുദ്ധി ഇല്ലാതിരിക്കുന്ന ജീവിതം, ഫൂളിഷ് ലൈഫ്.
അപ്പൊ ഇവന് വന്നത് സുബോധം വന്നവന്. देखिए 17 वचन जरा देखिए, जब वो अपने में आया, जब वो अपने में आया, उर्दू में क्या है? हाँ, वो अच्छा वर्ड है. फिर क्या वो होश में। तो अभी तक होश में नहीं था क्या? अभी तक होश में नहीं था? अरे होश में नहीं था तो काम कैसा मिला? होश में था, लेकिन अंदर का आदमी होश में नहीं था, अंदर फुलिशनेस था, होश में नहीं था. होश नहीं है तो भी जॉब मिलेगा, होश नहीं है तो भी बिजनेस चलाएगा, होश नहीं है तो भी सब कुछ काम ठीक चलेगा, सिस्टमैटिकली चलेगा. इसका भी सब कुछ सिस्टमैटिकली चल रहा था. എല്ലാ കാര്യം സിസ്റ്റമാറ്റിക് നടക്കുമായിരുന്നു. സുബോധം ഇല്ലെങ്കിലും ഇതെല്ലാം മനുഷ്യന് ചെയ്യാം. റോക്കറ്റ് വിക്ഷേപിക്കാം, സയൻസ് കണ്ടുപിടുത്തം ചെയ്യാം. സുബോധം ഇല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാം. സുബോധം വരുമ്പോഴാണ് ദൈവത്തിലേക്ക് തിരിയുന്നത്. जब होश में आते हैं तब परमेश्वर की ओर मुड़ते. अभी जरा सोचिए, मैं और आप लोग निर्बुद्धि लोग थे, ग्रेजुएट किया हम लोग ने, अच्छा नंबर से पास हो गया, जॉब किया, बिजनेस किया, लेकिन होश में नहीं था. जब यीशु मसीह ने जब हमको उद्धार दिया तब हम लोग होश में आए. दैट इज द मीनिंग ऑफ पॉल. ഇവിടെ പൗലോസ് പറയുന്നത് സുബോധമില്ലാത്തവരായിരുന്നു നാം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കില്ലായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കില്ലായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടില്ലേ പൊളിറ്റിക്സ് കളിയും അടിയും പിടിയും കസേരയ്ക്കുള്ള വ്യഗ്രതയും വെപ്രാളവും ഒക്കെ കാണുന്നതിൻ്റെ കാരണം എന്തറിയാമോ? ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ബോധ്യമുള്ളവൻ ഇതിനൊന്നും പോകത്തില്ല. जिसके अंदर होश है वो पॉलिटिक्स नहीं खेलेगा, जिसके अंदर होश है वो चेयर के लिए लड़ाई नहीं करेगा, जिसके अंदर होश है वो कोई भी चीज में नहीं जाएगा. जिसके अंदर होश है मतलब जीसस कौन है, कालवरी पर यीशु ने मेरे लिए क्या किया कर कर ये समझ जिसके अंदर आया वो ये कोई काम में नहीं जाएगा. മനസ്സിലാവുന്നുണ്ടോ? സുബോധം വന്ന ഈ മുടിയനായ പുത്രൻ വീണ്ടും പന്നിയുടെ വാള വരെ തിന്നാൻ വേണ്ടി പോകത്തില്ല. അഥവാ പോകുന്നെങ്കിൽ സുബോധം ഇല്ലാത്ത വന്നില്ല, സുബോധം വന്നില്ല, ഇനി വന്നു അപ്പം കഴിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. സുബോധം വന്നിട്ട് ഇവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? അപ്പാ എനിക്ക് അപ്പം ഇല്ലെന്നൊന്നല്ല. സുബോധം വന്നിട്ട് ഇവൻ പറഞ്ഞത്, ഞാൻ നിന്റെ എതിരെയും സ്വർഗത്തിൻ്റെ എതിരെയും പാപം ചെയ്തെന്നാ പറഞ്ഞത്. जब ये अपने होश में आया तो उसने पप्पा के पास आकर ये नहीं बोला पप्पा मैं बहुत दिन हो गए रोटी खा के. नो नो नो, जब ये होश में आया तो क्या बोला मालूम है? मैंने तेरे खिलाफ और स्वर्ग के खिलाफ पाप किया है. आई हैव सिन्ड अगेंस्ट यू. दैट इज व्हाट पॉल इज टॉकिंग अबाउट. അങ്ങനെ സുബോധം നമുക്ക് വന്നോ? क्या ऐसा एक होश में मैं और आप लोग आए हैं क्या, या अभी भी आत्मिक रीति में सोए हुए हैं? ആത്മീകമായിരിക്കുന്ന ഉറക്കാവസ്ഥയിലാണോ? പ്രൈസ് ഗോഡ്. ലെറ്റ് ദിസ് മെസ്സേജ് വേക്ക് യു അപ്പ്. അത് എൻ്റെ ശബ്ദം കൊണ്ടല്ല, എൻ്റെ പ്രസംഗത്തിൻ്റെ ഏതൊരു കാര്യം കൊണ്ടല്ല. പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മമാരി പെയ്ത് നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. पवित्र आत्मा अपनी आत्मा को बेचकर, परमेश्वर अपनी आत्मा को बेचकर हमारे हर एक आत्मिक नींद में से, आत्मिक मौत से मुझे आप लोगों को जगाए, ये समझने के लिए कि तुम निर्बुद्धि होकर जी रहे हो. यू आर लिविंग ए फूलिश लाइफ. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. पुराने नियम में एक वचन है भजन संगीता में, the fool said in his heart there is no God. मूर्ख ने अपने मन से कहा कि परमेश्वर. Now let me tell you, during the time of David there was no atheism, there was no atheist. All of them believed some other gods. ദാവീദിന്റെ സമയത്തിൽ ഏത്തിസം ഇല്ലായിരുന്നു, ദൈവമില്ല എന്ന് വാദിക്കുന്ന ആരുമില്ലായിരുന്നു. എല്ലാവരും വിശ്വസിച്ചത് ബഹുദൈവങ്ങളിലാണ്. बहुत सारे लोग ने बहुत सारे परमेश्वर पर विश्वास किया. That verse is not talking about atheist. അത് എത്തിസ്റ്റിനെ കുറിച്ചല്ല. ആരെ കുറിച്ചാണെന്നറിയാമോ?
ദൈവമുണ്ടെന്ന് അവൻ അറിയാം, പക്ഷെ ജീവിതം ദൈവമില്ലാത്തതുപോലെ ജീവിക്കുന്ന ജീവിതം. അങ്ങനെ നോക്കിയവരോട് പറയുകയാണ് ദാവീദ് പറയുക, ഇവനാണ് ഫൂളിഷ്. ദൈവമുണ്ട്, സത്യമുണ്ട്, സുവിശേഷമുണ്ട്, രക്ഷയുണ്ട്, പക്ഷെ ജീവിതം ഇതിനോട് ഒത്തുപോകുന്നില്ല. ദൈവത്തെ വിളിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനുമില്ല. ദൈവത്തെ ഭയമില്ലാത്ത, ദൈവത്തെ സ്നേഹമില്ലാത്ത മനുഷ്യനെ നോക്കിയിട്ടാ പറയുന്നത് യു ആർ ഫുൾ. അപ്പൻ അവിടെ ഉണ്ട്, പക്ഷേ പന്നിയുടെ വാള വരെ തിന്നുകൊണ്ടിരിക്കുക. ഇവനോട് ചോദിച്ചാൽ അപ്പൻ്റെ പേരെന്താ, കൃത്യമായിട്ട് പറയും അപ്പൻ്റെ പേരെന്താ. വീട് എവിടാന്ന് ചോദിച്ചാൽ അപ്പൻ്റെ വീട് പറയും. ये प्रोडिगल सन से पूछे बेटा आपका पप्पा का नाम क्या है, पप्पा का नाम बोलेगा. घर किधर है, एड्रेस भी बताएगा. लेकिन ये लड़का किधर रहता है, सुअरों के बीच में. That is a foolish things. അതാണ് ബോധമില്ലാതെ, സുബോധമില്ലാതെ ജീവിക്കേണ്ട അർത്ഥം. എന്ന് പറഞ്ഞാൽ അപ്പനുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്പനുമായിട്ട് ബന്ധമില്ല. बाप है कर कर जानता है, लेकिन बाप के साथ उसका कोई कनेक्शन नहीं है. 17 वचन 15 का 17 में लिखा है, जब वो होश में आया, वो अपने में जब ही आया, അവൻ സുബോധം പ്രാപിച്ചപ്പോൾ അവിടെ ഇരുന്ന് പിന്നെയും പന്നിയുടെ വാള വരെ തിന്നുകൊണ്ടിരുന്നല്ല, അവിടുന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലേക്ക് അവൻ ഓടിച്ചെന്നു. जब यू अपने में आया, अपने होश में आया, तो मुड़कर किसके पास गया, अपने बाप के पास गया. Now you understand Titus 3:3 में जो बोलता वो बात क्या है, निर्बुद्धि का मतलब है. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ബുദ്ധി കെട്ടവർ എന്ന് പറഞ്ഞാൽ എന്താ, ആരെക്കുറിച്ചാണ് പറയുന്നത്? സുബോധമില്ലാതിരിക്കുന്ന, ആത്മീകമായിരിക്കുന്ന ബോധ്യമില്ലാതിരിക്കുന്ന ഒരു കൂട്ടത്തെ, സുബോധമില്ല. അടുത്തത് കൊടുത്തിരിക്കുന്ന പദമാണ് ഡിസൊബീഡിയൻറ്റ്, അനുസരണക്കേട്. ഇല്ലേ, അനുസരണക്കേട്. ആജ്ഞാ ന മാനനെ വാലെ, പരമേശ്വർ കി ആജ്ഞ നഹി മാനത്തെ थे. ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാത്ത അനുസരണക്കേട്. ദാറ്റ് മീൻസ് എവറി അൺസേവ്ഡ് പേഴ്സൺ ഇസ് മോറലി, മെൻ്റലി ഡിപ്രൈവ്ഡ്. രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി പൂർണ്ണമായ, സമ്പൂർണമായ ഭ്രഷ്ടതയിലാണ്, ടോട്ടൽ ഡിപ്രാവിറ്റി. जो व्यक्ति उद्धार नहीं पाया वो मुकम्मल गुना आलूदगी में है, पूर्ण पतित अवस्था में है करके हम लोग देख सकते हैं. अदान ഒന്നാമത്തെ കാര്യം, वो है सबसे पहली बात. सेकंड देखिए, तीसरा वचन, മുൻപേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ല. മൂന്നാമത്തെ കാര്യം, വഴി തെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്ക് ഭോഗങ്ങൾക്ക് അധീനരും. अगला क्या है लिस्ट में देखिए, ब्रह्म में पड़े हुए और रंग रंग के अभिलाषा और सुख विलासों के दासत्व में थे. इंग्लिश में लिखा है डिसीव्ड, enslaved. enslaved मतलब you are slave, enslaved to various lust and pleasures. രണ്ടാമത്തെ കാര്യം, all kinds of passions and pleasures. എന്താ ഇതിൻ്റെ അർത്ഥം? മനുഷ്യന് ഇതൊന്നും സ്വയമേ ചെയ്യാനൊന്നും പലർക്കും താല്പര്യമില്ല, പക്ഷെ അങ്ങ് ചെയ്തു പോകുക. കാരണം എന്താ? അടിമയാണ്. इंसान को पता है कि दिस लस्ट, दिस प्लेजर्स, दिस डिसोबीडियंस, ये सब परमेश्वर को पसंद नहीं है. डिसेप्शन है. डिसेप्शन एंड അവിടെ മലയാളം में दिया हुआ वर्ड अगर देखेंगे तो वहाँ पर लिखे कि रास्ता भटक गए हुए लोग, they have lost their way. You know what does that mean? It means you cannot come by your own medicine. വഴി തെറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. സ്വയമേ സ്വന്തം രക്ഷ പ്രാപിച്ച് മടങ്ങി വരാൻ പറ്റത്തില്ല. ഇന്ന്
ഇന്നത്തെ ഫിലോസഫി എന്താണെന്ന് പറയുമ്പോൾ ആജ് കാ ഫിലോസഫി ക്യാ മാലൂം ഹൈ? യു ക്യാൻ സേവ് യുവർ സെൽഫ്. ദർ ഇസ് പൊട്ടൻഷ്യൽ ഇൻ യു. നിങ്ങളിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. ടോട്ടൽ ഓപ്പോസിറ്റ്. യു ഹാവ് ലോസ്റ്റ് ദ വേ. വഴി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് തന്നെ വരാൻ പറ്റത്തില്ല. हमारे केरला के गांव में, केरला में अम्मची को 6-7 बिल्ली थे. तो बिल्ली के साथ और कुछ कुत्ते लोग भी थे. तो अम्मची ने मेरे डैडी को बोला, ये बिल्ली और कुत्तों को तो दूर किधर लेके जाके छोड़ के आ. ചില നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പയോട് പറഞ്ഞു, ഇതിനെ കൊണ്ടുപോയി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടേക്ക് വരാൻ പറഞ്ഞു. डैडी ये बिल्ली को और ये कुत्तों को जो है एक बड़ा गौनी के अंदर बांध कर, तो लोगों ने पूछा गौनी के अंदर क्यों बांध रहे? ये चाकरे अंदर देख नहीं पाए, അവർ കാണില്ല. गौनी के अंदर बांध कर गाड़ी में डालकर लेके गया, കൊണ്ടിട്ടു. ഡാഡി घर आने से पहले कुत्ते लोग घर आ गए. പപ്പ വീട്ടിൽ വരുന്നതിന് മുമ്പ് നായ്ക്കളെല്ലാം വീട്ടിൽ വന്നു. യു നോ വാട്ട് ഇസ് ദാറ്റ് മീൻ? എന്താ അതിൻ്റെ അർത്ഥം? ദേ നോ ദെയർ പാത്ത്. അവർക്ക് അവരുടെ വഴി അറിയാം, തിരിച്ചു വരാൻ അറിയാം. എന്നാൽ നേരെ മറിച്ച് ഉസ്കെ ജഗാ പർ അഗർ ബേഡ് കോ ചോട് ദേ, അവിടെ ഒരു ആടിനെ കൊണ്ടുവിട്ടെങ്കിൽ, ഇഫ് യു സെൻഡ് എ ഷീപ്പ് ഇറ്റ് വിൽ നെവർ കം ബാക്ക്. മടങ്ങി വരത്തില്ല. കാരണം അത് മടങ്ങി വരണമെങ്കിൽ ഇടയൻ അന്വേഷിച്ച് ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ. चरवाहा ढूंढ कर जाएगा तो ही वो भेड़ वापिस आ सकता है. वी आर लाइक दैट ഷീപ്പ്. നാം ആടുകളെ പോലെയാണ്. വഴി തെറ്റിപ്പോയവരാണ്. തെറ്റിപ്പോയ നമുക്ക് വരാൻ പറ്റത്തില്ല. ഈ മുടിയനായ പുത്രൻ എത്ര നാൾ വാള വരെ തിന്നെന്ന് അറിയത്തില്ല. പക്ഷെ സുബോധം വന്നിട്ടാണ് അവൻ മടങ്ങി വന്നത്. സുബോധം വരാത്തിടത്തോളം അവന് മടങ്ങി വരാൻ പറ്റത്തില്ല. जब तक वो होश में नहीं आए, वो प्रोडिगल सन वो लौट के नहीं आ सकता है खुद. उसको अपना खुद का नीड समझ में आया. हो वाई व्हाट अ स्टेट आई एम. मैं कौन सा स्टेट में है? वेयर इज माई फादर? ये होश में आएगा तो ही वापस आ सकता है. सेल्फ हेल्प से नहीं आ सकता है. यू कैनॉट कम टू द लॉर्ड बाय योर सेल्फ help. अगर if you are trying a self help, let me tell you, you will fail terribly, because God has not kept that way at all. You can come only through Lord Jesus. യേശു ക്രിസ്തു അല്ലാതെ നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ കഴിയത്തില്ല. യേശു കേവൽ ही आपको लौटा के लेके आ सकता है. Only the shepherd can bring you back. आज सुबह let this message be a hopeful message. ഇതൊരു പ്രത്യാശ മെസ്സേജ് ആയിക്കൊള്ളട്ടെ. If you are trying to come back your own and if you are failed many times, let me tell you, the shepherd has come into this place and he is ready to bring you back. Are you ready to come? ഇടയൻ വന്നിട്ടുണ്ട്, ഇടയനുണ്ട്. ഇടയന്റെ വചനം ഇവിടെ കേട്ട് നിങ്ങൾ ഇടയന്റെ ശബ്ദത്തിൽ പ്രതികരിക്കുന്നെങ്കിൽ, ആ കർത്താവേ ഞാൻ മടങ്ങി വരുന്നു എന്ന് ഇടയനെ പറയുമ്പോൾ ആ ഇടയൻ നിങ്ങളെ മടക്കി കൊണ്ടുവരും. ദ ഷെപ്പേർഡ് വിൽ ബ്രിങ് യു ബാക്ക് ഹോം. वो चरवाहा आपको घर लेके आएगा. വഴി തെറ്റിപ്പോയവരാ, ഡിസീവ്ഡ്. വഴി തെറ്റിയാലും നമുക്ക് റിലീജിയസ് ആകും കേട്ടോ. वഴി തെറ്റിയാലും പള്ളി പോകാം. रास्ता भटक गया तो भी चर्च जा सकता है. रास्ता भटक गया तो भी ऑफरिंग दे सकता है. रास्ता भटक गया तो भी प्रीचिंग कर सकता है. बट रास्ता भटक गया है, यू हैव टू कम बैक. क्या रास्ता भटक गया तो ये प्रोडिगल सन मर गया क्या? नो. വഴി തെറ്റിയത് കൊണ്ട് ഈ മുടിയനായ പുത്രൻ മരിച്ചു വല്ലതും പോയോ? ഇല്ല. അവൻ്റെ എല്ലാ അനുദിന കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ദൈവഹിതം പോലെയല്ല നടക്കുന്നത്. परमेश्वर के मर्जी के अनुसार नहीं चल रहा है. रास्ता भटक गया तो भी सब कुछ स्मूथली चल सकता है. Brothers and sisters, are you understanding the need? I need this gospel. If this gospel नहीं है तो I cannot come back to God. എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയത്തില്ല എന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. I am praying, may the Lord open your eyes and help you to understand the need. I cannot come by my own. Oh Lord Jesus, oh the good shepherd, the great shepherd, come. I am lost, I am deceived, I am out of the way. Bring me back.
ഹല്ലേലൂയ. വഴി തെറ്റിപ്പോയവർ, ഞാൻ ആ മോഹങ്ങൾക്ക് അടിമയായി തീർന്നവർ, रंग रंग के अभिलाषा और सुख विलास. Brothers and sisters, if you love pleasures, let me tell you, you are a slave. अगर सुख विलास अगर आप पसंद करते हैं, इसका मतलब यह है कि आप शैतान के, अंधकार के, पाप के स्लेव हैं. Because God has not created you to do a self pleasure. God has created you to find pleasure in Him. അവനിൽ പ്ലഷർ കണ്ടെത്താനാണ് ദൈവം നമ്മളെ നിർമ്മിച്ചത്. ആൻഡ് വേർ ഡു വി ഫൈൻഡ് പ്ലഷർ? വെൻ വി വർഷിപ്പ് ദ ലോർഡ്, ഓ വെൻ വി റീഡ് ഗോഡ്സ് വേർഡ്, വെൻ വി ഫോളോ ദ ലോർഡ്സ് കമാൻഡ്മെന്റ്, വെൻ വി വॉक इन हिज वेज, वेन वी टेक द क्रॉस, दैट इज द प्लेजर. वो प्लेजर के लिए मुझे आप लोग को बनाया. अपार्ट फ्रॉम दिस दूसरा कोई भी सुख विलास हम लोग ले रहे, तो लेट मी टेल यू, यू आर नॉट सेव्ड, यू आर अंडर द स्लेवरी ऑफ सिन. പാപത്തിൻ്റെ അടിമയാണ് നിങ്ങൾ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്ക് കണ്ട മലയാളത്തിൽ, ഞാൻ ആ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിത്തീർന്നു. ഭോഗങ്ങൾ, പ്ലഷർ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവത്തിൽ ആനന്ദം പ്രാപിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിൽ സന്തോഷം പ്രാപിക്കാനാണ് ദൈവം നമ്മളെ നിർമ്മിച്ചത്. എന്നാൽ അവിടെ സന്തോഷം കണ്ടെത്താതെ, അവിടെ ആനന്ദം കണ്ടെത്താതെ, നമുക്ക് തോന്നിയ കാര്യങ്ങളിലെല്ലാം ആനന്ദവും സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ അതിൻ്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സഹോദര, താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. हम लोग गीत गाते हैं ना, प्रभु का आनंद है मेरी ताकत. ആർ വി ട്രൂലി സിംഗിങ് ദാറ്റ്? നമ്മൾ യഥാർത്ഥമായി പാടുന്നുണ്ടോ? കർത്താവിൽ സന്തോഷം എൻ ബലം. हालेलुया. परमेश्वर का आनंद है मेरी ताकत, वही है मेरा सब कुछ. हाँ, संभव को संभव करता है. जब मैं बलहीन था, he is my strength. when I am strong, he still is my strength. he is my joy. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ അധികം സന്തോഷം ഞങ്ങൾക്കുണ്ടായി. എന്താ? ധാന്യവും വീഞ്ഞിനും തരാത്ത സന്തോഷം യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ്. दाक और मधु बढ़ने से बढ़कर आनंद हम लोगों को मिला. हालेलुया. भजन संगीता में पढ़ते हैं, क्योंकि हमने वो आनंद दाक और मधु में या दुनिया के प्लेजर्स में नहीं, हमने यीशु मसीह में पाया. वी फाइंड प्लेजर्स इन जीसस क्राइस्ट. हालेलुया. If you are a man, if you are a woman seeking pleasures of this world, let me tell you, you are under the slavery of sin. You are not saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ല കേട്ടോ. ദുനിയാക്ക് സുഖ വിലാസ്. Now do you think we need the gospel? സുവിശേഷം വേണമെന്ന് തോന്നുന്നുണ്ടോ? We need. Otherwise we are deceived. Otherwise we are out of track. Otherwise we are enslaved. हालेलुया. അടുത്ത thirdly, മൂന്നാമത്തെ കാര്യം, तीसरा देखिए वहाँ पर आगे पढ़िए उसे, ऊपर वाइचाटे. अगला क्या है लिस्ट में? सुख विलास के दासत्व और भेरभाव और डाह ട്വിൻസ്, ഇരട്ടകളാണ്. എന്താണ്? ഈർഷ്യയും ആസൂയയും. ടെറിബിൾ ട്വിൻസ്. ഇങ്ങനൊരു ഇരട്ടകൾ ഉണ്ടാവില്ല. എന്താണ്? ഈർഷ്യയും അസൂയയും. എന്താ ഈർഷ? व्हाट इज द मीनिंग ऑफ मैलिस? क्या है भेरभाव का मतलब? भेरभाव का मतलब विशिंग पीपल evil. इसका बेटा 12th में फेल हो जाए, ഇവന്റെ മോൻ 12 തോക്കട്ടെ, അവന് ജോലി കിട്ടാതിരിക്കട്ടെ, उसको काम नहीं मिले. that is called malice, thinking evil upon people. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ കൂടെ എത്ര വട്ടം ഇങ്ങനെ പോയിട്ടുണ്ട്. हमारे मन में कितना बार गया है? നമ്മളെ ഉപദ്രവിച്ചു വരും. हमको जो उपद्रव किया हुआ, हमें तकलीफ किए हुए लोगों के बारे में मन में थोड़ा सा तो गया है ना. परमेश्वर तू अपना जवाब को दे. हम लोग नहीं देगा. कितना हम्बल है देखो, എത്ര ഹമ്പിളാ നോക്കിക്കേ. കർത്താവേ, നീ എവിടുന്ന് ഉത്തരം നൽകുമാറാകണമേ. परमेश्वर को कोई काम नहीं है ना. ദൈവമേ, നീ ഇതിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുമാറാകണമേ. അപ്പോസ്തലന്മാർ അങ്ങനൊന്നുമല്ല പ്രാർത്ഥിച്ച കേട്ടോ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതെന്ന് അറിയുമ്പം അവരുടെ ഭീഷണിയെ അങ്ങ് നോക്കുമാറാകണമേ.
എന്നിട്ട് അവിടുത്തെ വചനത്തെ പ്രസംഗിക്കുവാൻ ധൈര്യം ഞങ്ങൾക്ക് പകരുമാറാകണമേ. അല്ലാതെ അവരെ നശിപ്പിക്കണമേ, കൊല്ലുകളയമേ, അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞതാ യോഹന്നാനും യാക്കോബും. എന്താ പറഞ്ഞതെന്നറിയാമോ? ശമരിയക്കാർ അവരെ പട്ടണത്തിൽ കയറ്റായിരുന്നപ്പോൾ യോഹന്നാനും യാക്കോബും എന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് എന്തിറക്കട്ടെ എന്നാ, തീ ഇറക്കട്ടെ. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ അങ്ങനത്തെയൊക്കെ പ്രാർത്ഥന. याकूब और यूहन्ना ने एक बार यीशु मसीह को बोला, यीशु मसीह और चेले लोग शमरिया में जा रहा तो उन लोग ने रिजेक्ट किया, तो ये याकूब और यूहन्ना बोलता है क्या हम लोग स्वर्ग से आग उतारे? आप लोग ने पढ़ा नहीं है क्या वो? तो यीशु ने क्या बोला? व्हाट काइंड ऑफ स्पिरिट यू आर। उद्धार पाने से पहले उन लोग ने ऐसा बोला था, लेकिन उद्धार के बाद प्रेयर चेंज हो गया. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പ്രാർത്ഥന മാറി. तो മാലിസ് मतलब വിഷിംഗ് പീപ്പിൾ ഹീവിൽ, മറ്റുള്ളവരെ ദോഷം, മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം ആഗ്രഹിക്കുന്നവരായിരുന്നു നാം എല്ലാവരും. हम लोग सब दूसरों को evil. हालेलुया. നെക്സ്റ്റ് क्या है? അടുത്ത എന്താണ്? ബേർബാവ് ഓർ ഡാഹ്, ഈർഷ്യയും അസൂയ. വാട്ട് ഇസ് ഡാഹ്? എന്താണ് അസൂയേൻ്റെ അർത്ഥം? നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അറിയല്ലേ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനുള്ളത് മോഹിക്കുന്നത്. जो दूसरे का है वो चाहना. हम लोग का जीवन ऐसी था ना, या अगर ऐसी है अभी भी, उसका मतलब उद्धार नहीं हुआ है. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ പണ്ട്. അല്ല, ഇപ്പോഴും അങ്ങനെ ആണെങ്കിലേ രക്ഷിക്കപ്പെട്ടിട്ടില്ല താങ്കൾ, കേട്ടോ. അയ്യോ ബ്രദറെ സ്നാനപ്പെട്ടായിരുന്നു, സ്നാനപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടൊന്നായോ? നെക്സ്റ്റ് ഫോർത്ത്, वो भी बताकर मैं बंद करूंगा. നാലാമത്തെ കാര്യം, ഹേറ്റ്ഫുൾ ആൻഡ് ഹേറ്റിംഗ് വൺ അനദർ. മലയാളത്തിൽ എങ്ങനെയാണ്? ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും. और एक दूसरे से भेदभाव रखते थे और घृणित थे. People used to hate us and we also hate people. We hate people and people hate us. This is the dark picture. This is the picture and the state of a person who is not born again. വീണ്ടും ജനിക്കാത്ത, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയുടെ പിക്ചറാണ് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഡു വി നീഡ് ദ ഗോസ്പൽ? ഡു വി നീഡ് സാൽവേഷൻ? വെരി മച്ച്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. രക്ഷിക്കപ്പെടുന്നത് ഏതോ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. उद्धार पाना इस दुनिया का कोई ब्लेसिंग के लिए नहीं, यहाँ पर कुछ मिलने के लिए नहीं, यहाँ पर सब कुछ स्मूथ होने के लिए नहीं. We receive salvation from that broken, distorted slavery image से to God's children. प्रभु के बेटा बेटी बनने के लिए मुझे और आप लोग को परमेश्वर उद्धार दे रहा है. Shall we close our eyes and let's pray? Shall we pray? Lord, show us our need. हमारी ज़रूरतों को बता. We know that when we are hungry, we know when we are thirsty, but many times we don't know our spiritual need. ഞങ്ങൾക്ക് വിശപ്പറിയാം, ഞങ്ങൾക്ക് ദാഹമറിയാം. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ആത്മീകമായിരിക്കുന്ന ദാഹവും വിശപ്പും ഞങ്ങൾക്ക് അറിയാതെ പോകുന്നു. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കുമാറാകണം, ഞങ്ങളോട് അവിടുന്ന് കൃപ തോന്നുമാറാകണമേ എന്ന് ഒരു നിമിഷം എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.